ഹായ് ഇസ് മൈ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പ് ലൈവ് വാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. സർവമായ ടീസർ. അപ്പോൾ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം സർവമായ ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏകദേശം 5 ലക്ഷം വ്യൂസും കടന്ന് യൂട്യൂബിൽ മുന്നോട്ട് കുതിക്കുകയാണ് സർവമായ ടീസർ. അഖിൽ സത്യൻ, അതായത് സത്യൻ അന്തിക്കാടിൻ്റെ മകനായ അഖിൽ സത്യനാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് സർവമായ. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം 2023 ഫഹദ് ഫാസിൽ നായകനായ പാച്ചും അത്ഭുതപ്പെടുക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രമാണ് നിവിൻ പോളിയെ നായകനാക്കി ചെയ്യുന്ന സർവമായ. നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. 2010 തൊട്ട് 2019 വരെയുള്ള കാലഘട്ടത്തിൽ നിവിൻ പോളി കേരളത്തിലുണ്ടാക്കിയ ഒരു ഓളം, പ്രത്യേകിച്ച് നിവിൻ പോളി അജു വർഗീസ് ആ ഒരു കോമ്പിനേഷനായിരുന്നു കൂടുതൽ ഹിറ്റ് ചിത്രങ്ങൾ. തട്ടത്തിമറയത്തായിക്കോട്ടെ, ഓം ശാന്തി ഓശാനി ആയിക്കോട്ടെ, അങ്ങനെ നിരവധി ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. അപ്പോൾ കേരളം ഏറ്റെടുത്തൊരു കോമ്പിനേഷനായിരുന്നു. ആ ഒരു കോമ്പിനേഷൻ വീണ്ടും ഈ ഒരു ചിത്രത്തിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ ചിത്രത്തിന് മേൽ വയ്ക്കാൻ പറ്റുന്നൊരു ഹൈപ്പ് എന്ന് പറയുന്നത് ഈ രണ്ട് കൂട്ടുകെട്ടാണെന്ന് പറയാം. സർവമായ നിവിൻ പോളിയുടെ പിറന്നാൾ ദിനത്തിൽ, അതായത് ഒക്ടോബർ 11 ടീസർ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടത്. ഏതായാലും നിരവധി പ്രോജക്റ്റുകളാണ് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുന്നത്. 2019 ശേഷം അദ്ദേഹത്തിൻ്റെ കരിയർ കുത്തനെ താഴേക്ക് പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു കമ്പാക്കിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് നടന്നില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷത്തിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു റോൾ ചെയ്തു. ആ ഒരു സിനിമയെ പിടിച്ചെടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നെന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സോളോ ഹീറോ ആയിട്ടുള്ളൊരു കമ്പാക്ക് 2019 ശേഷം ഇതുവരെ നടന്നിട്ടില്ല. അപ്പം അതുണ്ടാവുമോ ഇല്ലയോ എന്നൊരു ആകാംക്ഷയിലാണ് എല്ലാവരും. പ്രത്യേകിച്ച് ഈ ചിത്രത്തിൻ്റെ ടീസറിലേക്ക് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനായ അഖിൽ സത്യൻ്റെ അച്ഛനായ സത്യൻ അന്തിക്കാടിൻ്റെ ആ ഒരു പാതയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ആണ് ഒരു ഫീൽ ഗുഡ് വില്ലേജ് മൂവിയാണെന്നാണ് തോന്നുന്നത് ടീസർ കണ്ടപ്പോൾ. ടീസറിൽ അത്രയും വേറെ കാര്യങ്ങളും നമുക്ക് ടീസർ കണ്ടാൽ പിടികിട്ടുകയില്ല. പിന്നെ നിവിൻ പോളി കുളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ കുളിക്കുന്ന ആ ഒരു രംഗം കാണിക്കുന്നുണ്ട്. പുഴയിൽ കുളിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സീനിയേഴ്സിൻ്റെയാണ് ഓർമ്മ വന്നത്. മമ്മൂട്ടിയും ലാലേട്ടനും അതോടൊപ്പം സുരേഷ് ഏട്ടനും ഒക്കെ ഈ ഒരു സംഭവം ചെയ്തിരുന്നു പല സിനിമകളിലായിട്ട്. ആ ഒരു ഫ്രെയിമാണ് എനിക്ക് പെട്ടെന്ന് ഇത് ഓർമ്മ വന്നത്. ഏതായാലും വളരെ ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ്, അല്ലെങ്കിൽ ഫീൽ ഗുഡ് ടീസറായിട്ടാണ് ആളുകൾ പുറത്തുവിട്ടത്. ഒരു കുടുംബചിത്രമാണെന്ന് തോന്നുന്നു. കണ്ടന്റ് നല്ലതാണെങ്കിൽ 2025 തന്നെ നിവിൻ പോളിയുടെ തിരിച്ചുവരവ് നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ചിത്രത്തിന് മറ്റൊരു വെല്ലുവിളി എന്നത് ചിത്രം ക്രിസ്മസ് റിലീസായിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. ക്രിസ്മസ് റിലീസായിട്ട് തന്നെയാണ് ദിലീപേട്ടൻ ലാലേട്ടൻ ചിത്രമായ ബബ്ബായും എത്തുന്നത്. ആ ഒരു ക്ലാഷ് ആണെങ്കിൽ ആ ഒരു ചിത്രം ഈ ഒരു ചിത്രത്തിന് വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വളരെ നല്ലൊരു ടീസറാണ്, ഒരു പ്രോമിസിംഗ് ആയിട്ടൊരു ടീസറാണ് ഈ പ്രവർത്തകർ പുറത്തു വിട്ടിരിക്കുന്നത്. ഏതായാലും സത്യൻ അന്തിക്കാടിൻ്റെ ആ ഒരു വഴിയിലൂടെ തന്നെയാണെന്ന് തോന്നുന്നു അഖിൽ സത്യനും എന്ന കാര്യത്തിൽ എന്നാണ് ടീസർ കണ്ടപ്പോൾ തോന്നുന്നത്. ഏതായാലും നിവിൻ്റെ കമ്പാക്ക് ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.